ഹായ് ഓൾ, വെൽക്കം ടു ഡെയിലി വെഞ്ചേഴ്സ്. ഇന്നൊരു സ്പെഷ്യൽ കേക്ക് റെസിപ്പിയാണേ. ഇതെൻ്റെ വീട്ടിൽ ക്രിസ്മസിന് മാത്രം ഉണ്ടാക്കുന്ന ഒരു കേക്കാണ്. ഈ ഒരു ഷേപ്പിലെ കേക്ക് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇനി കേക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടേ. 1 കപ്പ് മൈദാപ്പൊടി എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, 1 നുള്ള് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി അരിച്ചെടുത്ത് യോജിപ്പിക്കുക. ഞാനിവിടെ 2 തവണ അരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 2 തവണയോ 3 തവണയോ അരിക്കാവുന്നതാണ്. അതിനുശേഷം നന്നായി ഉണങ്ങിയ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി 1/2 കപ്പ് ഡാൽഡ ചേർക്കാവുന്നതാണ്. ഡാൽഡയ്ക്ക് പകരമായി വെജിറ്റബിൾ ഓയിലും ചേർക്കാം. ഡാൽഡ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന മൈദാപ്പൊടിയുടെ പകുതി ഭാഗം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ ഈ കേക്കിൻ്റെ സ്പെഷ്യാലിറ്റി അതിൻ്റെ ഷേപ്പാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഇവിടെ മണൽ ചൂടാക്കി ആ ചൂടിൽ കേക്ക് ബേക്ക് ആവുന്ന ഒരു പാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാത്രത്തിൻ്റെ ഉൾഭാഗം ഇങ്ങനെ ഇരിക്കും. ഈ റൗണ്ട് സ്പേസിലാണ് നമ്മൾ കേക്കിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. കേക്കിൻ്റെ ബേക്കിംഗ് പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇനി 1/4 കപ്പ് പാലെടുക്കുക. അത് കുറേശ്ശെയായി കേക്ക് മിക്സിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് ബാക്കി മൈദാപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1 നുള്ള് ഏലക്കാപ്പൊടി ചേർക്കാവുന്നതാണ്. അങ്ങനെ ഫൈനലി കേക്ക് മിക്സ് റെഡി ആയിട്ടുണ്ട്. പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് കുറച്ച് ഡാൽഡ ഒഴിക്കുക. ഇത് പാത്രത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. തയ്യാറാക്കിയ മിക്സിലേക്ക് ഞാൻ കുറച്ച് നട്ട്സും കൂടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം തയ്യാറാക്കിയ കേക്ക് മിക്സ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കേക്ക് മിക്സ് എല്ലായിടത്തും ഒരേപോലെ ആകാൻ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. "45 മിനിറ്റ്സ് ആണ് കേക്ക് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം. ആദ്യത്തെ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ഇങ്ങനെ ഒരു പാത്രമില്ലാത്തവർക്കായിട്ട് സാധാ ഒരു ചരുവത്തിലും കേക്കിൻ്റെ മിക്സ് വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്യാവുന്നതാണ്. ഇനി മുകൾ ഭാഗം നന്നായി ബേക്ക് ചെയ്യണം. നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്.
നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാം. നന്നായി തണുത്തതിന് ശേഷമാണ് ഈ പാത്രത്തിൽ നിന്ന് കേക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ തന്നെ തിരിച്ചിട്ടതാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ കേക്ക്. ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ ക്രിസ്മസിന് മാത്രം ഉണ്ടാക്കുന്ന കേക്ക്. ഈ കേക്കിനൊരു പ്രത്യേക ടേസ്റ്റാണേ. തന്നെയുമല്ല ഇതിൻ്റെ ഒരു ഷേപ്പ് ഒരു പ്രത്യേകതയല്ലേ. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണേ. നിങ്ങൾ എന്തായാലും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.